പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ പറ്റി ഒരു ദിവസത്തിൽ ഒരു 20 കോൾ വാട്സപ്പ് എങ്കിലും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, കരിയർ ഗൈഡ് എന്നുള്ള നിലക്ക് കേരളത്തിലും വിദേശത്തും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ്. എത്ര തന്നെ പറഞ്ഞാലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകായികയാണോ അതോ വ്യക്തമാകാതെയാണോ എന്ന് അറിയില്ല. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ഒരു അനുഭവം, ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ വീഡിയോ ഞാൻ താങ്കളെ കേൾപ്പിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണണം. ഞാൻ കേവലം ഒരു വീഡിയോ കാണാൻ, അത് റീച്ച് കിട്ടാൻ, അതിൽ കുറേ വ്യൂവേഴ്സിനെ കിട്ടാൻ, ലൈക്ക് കിട്ടാൻ, അതിനുവേണ്ടി അല്ല ഞാൻ സംസാരിക്കുന്നത്. താങ്കൾക്ക് ചില സത്യസന്ധമായ വിവരണങ്ങൾ, ചില ആധികാരികമായ രേഖകൾ അഥവാ ഓതൻറ്റിക് ഡോക്യുമെൻറ്റ്സ്, കേരള നിയമസഭയുടെ രേഖ, UGCയുടെ രേഖ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രേഖ, ഇങ്ങനെ അതുപോലെ തന്നെ സുപ്രധാനമായ ചില പത്രവാർത്തകൾ, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ എന്നെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചു. സർ, എനിക്ക് ഇഗ്നോയിൽ നിന്ന് ഞാൻ MAPC കഴിഞ്ഞു, അഥവാ MA സൈക്കോളജി കഴിഞ്ഞു. ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറായി എനിക്ക് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപികയാകാൻ വേണ്ടി ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിൽ PSCക്ക് സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷന് പോയപ്പോൾ PSC എന്നോട് ചോദിച്ചതാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എവിടെ എന്ന്. ഹലോ, ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? PSCക്കാർ ചോദിച്ചല്ലോ UGCയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം എന്ന്. ഹലോ, PSC കേരളത്തിലെ ഒരു നിയമം കൊണ്ട് സ്ഥാപിതമായ ഒരു സ്ഥാപനമല്ലേ? കേരള നിയമസഭയുടെ കൺട്രോളിൽ വരുന്ന ഒരു സ്ഥാപനമല്ലേ? കേരള നിയമസഭ പാസാക്കിയ റൂൾ അടക്കം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സാർ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രേഖ കാണിക്കൂ. രേഖ അവർക്ക് അയച്ചു കൊടുത്തിട്ടും അവർ തൃപ്തരല്ല. അവർ PSC ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പിന് എന്ന് പറയണോ, അതോ അജ്ഞത എന്ന് പറയണോ, അതോ അവഹേളനം എന്ന് പറയണോ, എനിക്കറിയുന്നില്ല. സത്യത്തിൽ ഒരു രാജ്യത്തെ നിയമം ആ രാജ്യത്തിലെ എല്ലാവർക്കും ബാധകമാണ്. അത് സ്വയംഭരണ സ്ഥാപനമായ PSCക്കും വാർത്താമാധ്യമങ്ങൾക്കും എല്ലാവർക്കും അടിസ്ഥാന രേഖയാണ് നിയമസഭയിലെ ചോദ്യോത്തര പങ്ക്തിയിലൂടെ വരുന്ന രേഖകൾ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻസ് ഇറക്കുന്ന നോട്ടിഫിക്കേഷനുകൾ, ഓരോ യൂണിവേഴ്സിറ്റിയും പുറപ്പെടുവിക്കുന്ന സർക്കുലറുകൾ, ഇന്ത്യയിലെ അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും അവർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, ദയവ് ചെയ്ത് കുട്ടികളെ വട്ടം കറക്കരുത്. പക്ഷെ താങ്കൾ പറയുന്നത് ശരിയാണ്, തട്ടിപ്പ് യൂണിവേഴ്സിറ്റികൾ കുറേയുണ്ട്. ഇതുപോലെ തന്നെ 10ഉം 15ഉം കോൾ എനിക്ക് വരാറുള്ളതിൽ ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൾ, സർ, കോവിഡ് കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓപ്പൺ എക്സാമിനേഷനാണ് X എന്നുള്ള യൂണിവേഴ്സിറ്റി തന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. പച്ച മലയാളത്തിൽ കോപ്പി അടിക്കാൻ അവർ സൗകര്യം ചെയ്ത് തന്നു എന്നാണ് ആ കുട്ടിയുടെ അവകാശവാദം. അതുപോലെ ഇഗ്നോ ഞങ്ങൾക്ക് വല്ല സൗകര്യം ചെയ്തു തന്നാൽ ഞാൻ ഒരു അഡ്മിഷൻ എടുക്കാം, അതാണ് അവരുടെ
എൻ്റെ പ്രിയ സുഹൃത്തെ, 3500 രൂപ താങ്കൾ കൊണ്ടുവന്നിട്ട് ലോകത്ത് ഇഗ്നോയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. ഇഗ്നോ കാശിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി അല്ല, സത്യസന്ധമായ യൂണിവേഴ്സിറ്റിയാണ്. താങ്കൾ ആ 3500 രൂപ പോക്കറ്റിൽ തന്നെ വയ്ക്കുകയോ മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്യൂ. അത് മരമായി വളർന്ന് താങ്കൾക്ക് വീണ്ടും പണം കിട്ടും, അല്ലാതെ അറിവ് കിട്ടില്ല എന്ന് ഞാൻ കൃത്യമായി അവരെ ബോധിപ്പിച്ചു. കൃത്യമായി ബോധിപ്പിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സാർ, ഈ ഓപ്പൺ എക്സാമിനേഷൻ ഉള്ള കാലഘട്ടത്തിൽ ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങൾ എന്തിനാണ് ഇങ്ങനെ റഫായി പെരുമാറുന്നത് എന്നാണ് അവരുടെ അടുത്ത അവകാശവാദം. ഞാൻ കൃത്യമായി പറഞ്ഞു, പെങ്ങളെ, ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി to have been accredited with the highest A++ grade by NAAC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ ടോപ്പസ്റ്റ് റാങ്കായ A++ റാങ്ക് നേടിയ യൂണിവേഴ്സിറ്റിയാണ്. താങ്കൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി 0 ആണ് അവരുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ നാക്കിന്റെ അംഗീകാരം ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയാണ്. അവർ 6 എന്നുള്ള പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയെയാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല, വേറെ ഒരു C എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി, എസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഇങ്ങനെ പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ കാശിനെ മോഹിച്ച് എല്ലാത്തരം വൃത്തിഹീനമായ പരിപാടികളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഇനി വിഷയത്തിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, ആഴത്തിൽ കാണുക. ഈ വീഡിയോ പരമാവധി താങ്കളുടെ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്കൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഉന്നത അധികാരികളുടെ കൈകളിലേക്ക് എത്തുന്നത് വരെ, പ്രത്യേകിച്ച് PSCയിൽ ഉദ്യോഗസ്ഥർ, മറ്റ് യൂണിവേഴ്സിറ്റികളിലെ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ഇത് എത്തുന്നത് വരെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇഗ്നോ കോഴ്സുകൾ സമം റെഗുലർ കോഴ്സുകൾ, ലേറ്റസ്റ്റ് UGC മാർഗരേഖ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിവരണം നൽകുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ, MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ്. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ വസ്തുതകൾ എന്നുള്ളത് വളരെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. UGC ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രീസ് same as of regular universities. UGC also approves simultaneous double degree program. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. UGC ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രീസ് സെയിം ആസ് ഓഫ് റെഗുലർ യൂണിവേഴ്സിറ്റീസ്. ഇത് തന്നെയാണ് തമ്പനെയിലിൽ ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുള്ളത്. ഇഗ്നോ കോഴ്സുകൾ സമം റെഗുലർ കോഴ്സുകൾ, ലേറ്റസ്റ്റ് UGC മാർഗരേഖ. നമുക്ക് ഒന്നും കൂടി ഇത് പോകാം. ബിയോണ്ട് ക്ലാസ് റൂംസ്, ക്ലാസ് റൂമുകൾക്ക് അപ്പുറം ചില സംഗതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 NEP emphasizes on multidisciplinary education and academic mobility. In line with the policy, UGC has permitted pursuing 2 academic programs simultaneously. Okay, how do I identify recognized colleges for online degree? Actually, I am not emphasizing or not initiating to take online program, but I am initiating to do ODL program. What benefits for those preparing for competitive exam? Generally, students prefer arts stream at UG level if aiming for competitive exams like SSC, PSC, civil service, etc. And now even a BTech student can enroll in open university like IGNO and study BA and start preparing for competitive exams. P. Shivaswarup, Senior Regional Director of IGNO, said UGC has also approved simultaneous double degrees, which means students can study for 2 degree courses in the same academic year. They can opt for online or ODL. Starting with the current academic sessions itself, IGNO has introduced the double degree initiative wherein students can opt for specific
degree courses. A comprehensive list of degree programs both at undergraduate and postgraduate level has been made. Students can choose courses from that list and enroll from the current academic sessions itself, said Sivaswarup. He added that the double degree initiative will be highly beneficial to those preparing for competitive exam and also those looking for enhancing employability. Keeping this in mind, IGNOU has launched an initiative to help students. Anyone who is studying in a conventional college can simultaneously register for an ODL or online mode in IGNOU. We are offering 14 UG and 54 PG level courses apart from diploma and certificate courses, said Sivaswarup. Dears, how will it benefit in enhancing employability? തൊഴിലവസരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ നൽകുന്നത് എങ്ങനെയാണ് ഇഗ്നോ പ്രോഗ്രാം എന്നുള്ളത്? Any MSc college student enroll in open university like IGNOU for niche programs like MSc in environmental science. ഏറ്റവും മനോഹരമായ തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതിനുള്ള അവസരം ഒരുക്കി നിങ്ങളെ പ്രാപ്തമാക്കുകയാണ്. നിരന്തരമായി പാരമ്പര്യമായ കോഴ്സുകളിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ ഉള്ളപ്പോൾ ഈ കോഴ്സുകൾ നിങ്ങൾ ഈ സെഷനിൽ എടുക്കൂ. നാമമാത്രമായ കുട്ടികൾ ആദ്യമായി പഠിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത താങ്കൾക്കാണ് എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. MSc in environmental science, renewable energy, environmental and occupational health, sustainability science, or PG diploma in analytical chemistry. Similarly, arts students can take up PG in translation, languages, etc. While MBA students can pursue MA in CSR, entrepreneurship, or diploma in international business. These are the very crucial informations. Indira Gandhi National Open University is one of the early implementers of the online degree program. My dears, ഇത് കൂടാതെ താങ്കളെ ഞാൻ വളരെ ആഴത്തിൽ കൊണ്ടുവരുന്ന രണ്ട് സംഗതികളാണ്. എന്താണ് റിക്കഗ്നൈസേഷൻ, എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്? ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കൃത്യമായി പറയുന്നു, നമ്മളോട് കണ്ണൂർ യൂണിവേഴ്സിറ്റി കൃത്യമായി പറയുന്നു, 2018 മുതൽ തന്നെ UGC ഞങ്ങൾക്ക് നൽകിയ ഇൻഫർമേഷൻ അനുസരിച്ച് ശ്രദ്ധിക്കൂ, 23/2/2018 ഡയറക്ടറേറ്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ സെക്ഷൻ നമ്പർ 1 ഫയൽ നമ്പർ 1-9/2018 UGC പബ്ലിക് നോട്ടീസിൽ നൽകിയത് 2018 മുതൽ 1992 ഉള്ള ഒരു ലെറ്റർ, UGC ലെറ്ററിനെ അടിസ്ഥാനമാക്കി 8-3/2022 UGCയുടെ ചെയർമാൻ അക്ഷയ് ചന്ദ്രൻ അവർ നൽകിയ ഒരു കത്തിലൂടെ നമുക്ക് വെളിവാകുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നമുക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ അബ്സ്ട്രാക്റ്റ്. എന്താണ് അബ്സ്ട്രാക്റ്റ്? കണ്ണൂർ യൂണിവേഴ്സിറ്റി, the candidates who passed their qualifying examination through distance education mode ODL methodology from Indira Gandhi National Open University IGNOU with the same duration, അതേ കാലാവസ്ഥയിൽ അതേ കാലാവധിയിൽ, and nomenclature, അതേ മാർഗരേഖ, അതേ മാനദണ്ഡം, as per eligibility prescribed in the prospectus. പ്രോസ്പെക്ടസിൽ പറയുന്ന എലിജിബിലിറ്റി അതുപോലുള്ള പരിഗണന ഉള്ളപ്പോൾ completed in 10+2+3, 10ാം ക്ലാസ്സിന് ശേഷം 2 കൊല്ലത്തെ +2, 3 കൊല്ലത്തെ ഡിഗ്രി, അതിനുശേഷം 2 കൊല്ലത്തെ PG, 10+2+3+2 പാറ്റേണിൽ വന്നിട്ടുള്ള ആർക്കും, and that does not require hands on training, അവർ പ്രത്യേക തരത്തിലുള്ള
ട്രെയിനിങ്ങുകൾ ഒന്നും നേടാത്ത ചില കോഴ്സുകൾ ആർ എക്സംപ്റ്റഡ് ഫ്രം പ്രൊഡ്യൂസിംഗ് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ഫോർ ദെയർ അഡ്മിഷൻ ടു ഹയർ സ്റ്റഡീസ് ഇൻ ദിസ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ തുടർന്ന് പഠിക്കുന്നതിന് താങ്കൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റെല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ബാധകമാണ്. ഇപ്പോൾ ഞാൻ ഹയർ സ്റ്റഡിയുടെ കാര്യം പറയുന്നു. കേരള നിയമസഭ പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ കേരള നിയമസഭയിലും കേരള സർക്കാർ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ജോലിയുടെ കാര്യത്തിലും ഇതേ സംഗതി പറഞ്ഞത് ഈ ഒരു സംഗതിക്ക് ശേഷം ഞാൻ താങ്കൾക്ക് നൽകുന്നതായിരിക്കും. ഈ ഓർഡറിൽ കൃത്യമായി പറയുന്നു, ഇതിലെ 3ാമത്തെ ലൈനിൽ as per the paper read 3 above, UGC in their public notice has directed that the programs which require hands-on training are not permitted to be offered under open and distance learning mode. അത് ട്രെയിനിങ് ഉള്ള പ്രോഗ്രാം, എക്സ്പെരിമെന്റ് വേറെയാണ്, ട്രെയിനിങ് വേറെയാണ്. എക്സ്പെരിമെന്റ് വേറെയാണ്, ട്രെയിനിങ് വേറെയാണ് എന്ന് മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ട്രെയിനിങ് അല്ല. പ്രാക്ടിക്കൽ അത് പ്രാക്ടിക്കലാണ്, ട്രെയിനിങ് എന്ന് പറയുന്നത് പരിശീലനമാണ് എന്ന് മനസ്സിലാക്കുക. ആഫ്റ്റർ കൺസിഡറിംഗ് ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ, ദ വൈസ് ചാൻസലർ ഹാസ് ഓർഡേർഡ് to exempt the candidates who obtaining qualifying degree UG or PG through distance education mode from Indira Gandhi National Open University with the same duration and nomenclature. അതേ രീതി, അതേ പക്വത, അതേ മാർഗരേഖ as per eligibility prescribed in the prospectus completed in 10+2+3 or 10+2+3+2 pattern and that does not require hands-on training from producing equivalency certificate for higher studies in this university. പ്രിയപ്പെട്ടവരെ, ഇത് വായിക്കുമ്പോൾ താങ്കൾ ഒരു കാരണവശാലും തമിഴ്നാട്ടിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ തന്നെ സർക്കാർ യൂണിവേഴ്സിറ്റികളുമായി കൂട്ടിയോജിപ്പിക്കരുത്. കേരളത്തിലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളെ ഇതിനോടൊപ്പം കൂട്ടിയോജിപ്പിക്കരുത്. ഇത് ഇഗ്നോയ്ക്ക് മാത്രമുള്ള ഓർഡറാണ് എന്ന് മനസ്സിലാക്കുക. തമിഴ്നാട്ടിലെ മറ്റ് പല യൂണിവേഴ്സിറ്റികളും എ എന്നുള്ള പേരിൽ തുടങ്ങുന്ന യൂണിവേഴ്സിറ്റി, എം എന്ന പേരിൽ തുടങ്ങുന്ന യൂണിവേഴ്സിറ്റി, ബി എന്ന പേരിൽ തുടങ്ങുന്ന യൂണിവേഴ്സിറ്റി, എം എന്ന പേരിൽ മദ്രാസിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, അവർ നൽകുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ല ഇത് പറയുന്നത്. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയ്ക്ക് മാത്രമാണ് ഈ ഒരു ഓർഡർ എന്ന് മനസ്സിലാക്കുക. മറ്റൊരു സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത്. ഇക്വലൻസിയുടെ ഓർഡർ 14ാം കേരള നിയമസഭ 18ാം സമ്മേളനം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം നമ്പർ 142 10/2/2020 മറുപടിക്ക് സ്വാശ്രയ കോളേജുകളുടെ അക്രഡിറ്റേഷൻ സംബന്ധിച്ചുള്ള ഓർഡറിൽ അന്നത്തെ മന്ത്രിയായിരുന്ന, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ ഡോക്ടർ KT ജലീൽ അവർകൾ ഉത്തരം നൽകിയതും ശ്രീ മോൻസ് ജോസഫ് അവർകൾ, ശ്രീ PJ ജോസഫ് അവർകൾ, ശ്രീ CF തോമസ് അവർകൾ നൽകിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീൽ അവർകൾ പുറപ്പെടുവിച്ച ഓർഡറാണ്, ഉത്തരമാണ് ഞാൻ ഇപ്പോൾ താങ്കൾക്ക് വായിക്കുന്നത്. എ എന്നുള്ളത് നമുക്കിവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ട് ബി എന്നുള്ളതാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ അഥവാ ഇക്വലൻസി സർട്ടിഫിക്കറ്റുകൾ നിർത്തലാക്കാൻ ആവശ്യമായ വിധം സ്പെഷ്യൽ റൂൾ പരിഷ്കരിക്കുവാൻ നടപടി സ്വീകരിക്കുമോ, നടപടി ഇനിയെങ്കിലും സ്വീകരിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് കിട്ടിയ ഉത്തരം ആദരണീയനായ ഡോക്ടർ KT ജലീൽ അവർകൾ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടിയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. കോഴ്സുകളുടെ തുല്യതയും അംഗീകാരവും സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അഥവാ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ച മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ GOMS നമ്പർ 272 2018 തീയതി 13/18/2018. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദയവ് ചെയ്ത് ഈ ഓർഡർ നമ്പറുകൾ എഴുതിയെടുക്കുക, എന്നിട്ട് ചലഞ്ച് ചെയ്യുക.
വിവരാവകാശ നിയമം അനുസരിച്ച് താങ്കൾ അവർക്ക് ഉത്തരം കൊടുക്കുക. ചോദ്യം ചോദിച്ച് അവരുടെ വായയെ മൂടിക്കെട്ടുക എന്നുള്ളതാണ് ഞാൻ ഉത്തരം ചോദിക്കുന്നത്. താങ്കളോട് എന്തെങ്കിലും തരത്തിൽ എടങ്ങേറിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥൻ, അത് ഏത് വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, എത്ര വലിയ സ്ഥാപനമാണെങ്കിലും ശരി, ഭരണഘടന അനുസരിക്കുന്ന നിയമം നടപ്പിലാക്കുന്ന നിയമസഭ നൽകുന്ന ഈ ഓർഡറിന് എതിരെ ധിക്കരിക്കുന്ന ഏത് സ്ഥാപനത്തിനോടും വിവരാവകാശ നിയമം ഉപയോഗിച്ച് താങ്കൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഈ നമ്പറിൽ പറയുന്ന പ്രകാരം, ഈ ഓർഡർ പ്രകാരം താങ്കൾ എന്തിനാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ വിനീതമായി ഈ വിധേയൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത്. മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലർ, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഒരു സാമൂഹ്യ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു തരത്തിലും ആർക്കും ഒരു ഇടങ്ങേർ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾക്ക്, പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരും പഠിച്ചു മുന്നോട്ട് വരുന്നത്, ഓപ്പൺ പുസ്തകം വെച്ച് പരീക്ഷ എഴുതുന്ന മറ്റേത് നാണം കെട്ട യൂണിവേഴ്സിറ്റികൾക്കല്ല, ഏറ്റവും അന്തസ്സുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തെ പറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ഈ ഓർഡർ നമ്പർ പ്രത്യേകം എഴുതിയെടുക്കുക. GOMS നമ്പർ 272/2018, തീയതി 13/11/2018. മറ്റൊരു ഓർഡർ GOMS നമ്പർ 303/2018, തീയതി 17/12/2018 എന്നീ 2 ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താണ് സർക്കാർ ഉത്തരവ്? പ്രത്യേകം ശ്രദ്ധിക്കൂ. കോഴ്സുകളുടെ തുല്യതയും അംഗീകാരവും സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ച മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന 2 ഓർഡർ 272, 303 ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉത്തരവുകൾ അനുബന്ധമായി ചേർക്കുന്നു എന്നുള്ളത് നമുക്ക് അനുബന്ധത്തിൽ ഉത്തരവുകൾ നോക്കാം. ആരാണ് ഈ ഉത്തരവ് നൽകുന്നത്? ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് B സെക്ഷനിൽ നിന്ന് നേരത്തെ പറഞ്ഞ 272/2018, 13/11/2018 ഒരു അബ്സ്ട്രാക്ട് ഗവൺമെന്റ് ഓർഡർ ആണ് ഞാൻ ഇത് വായിക്കുന്നത്. ഇതിന് റെഫറൻസ് നൽകിയിരിക്കുന്നത് ലെറ്റർ നമ്പർ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ A7 302 MS 2018 3/26/7/2018 ഫ്രം ദി മെമ്പർ സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകിയത് പ്രകാരം അബ്സ്ട്രാക്ട് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോംസ് ഗൈഡ്ലൈൻസ് റിലേറ്റിംഗ് ടു ഈക്വലൻസി റിക്കഗ്നിഷൻ ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫ് ഏരിയാസ് ഓഫ് സ്റ്റഡീസ് ആൻഡ് നോമെൻക്ലേച്ചർ ആൻഡ് ഡിഗ്രീസ് of other universities approved order. ഇതിൽ കൃത്യമായി നമുക്ക് നോംസ് ഗൈഡ് പറയുന്നു. ഞാൻ ഇതിലെ 3ാമത്തെ പോയിന്റ് കൃത്യമായി താങ്കളെ വായിച്ച് കേൾപ്പിക്കുന്നു. നോ ഈക്വലൻസി recognition shall be insisted upon for degrees obtained from national institutes like Indian Institutes of Technology IITs, Indian Institute of Science IICs, National Institute of Technology NITs, Indian Institute of Science Education and Research or other institutions. That means a national institute എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെയാണ് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കേണ്ടത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉദാഹരണത്തിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, അതുപോലെ തന്നെ CBSE, ICSE എന്നുള്ളതെല്ലാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുപോലെ തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം വരും, ഇഗ്നോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണോ എന്ന്. അതിനുള്ള തെളിവാണ് ഞാൻ ഈ അടുത്ത ഒന്നിൽ നിങ്ങൾക്ക് നൽകുന്നത്. ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ UGC ലിസ്റ്റ് ആസ് ഓൺ 31st March 2021.
31/3/2021 UGC ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, നെയിം ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്: ആന്ധ്രാപ്രദേശ്, ആസാം, അരുണാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്പർ 12. ഈ ഓർഡറിലെ 31/3/2021 ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഓർഡറിലെ 12ാമത്തെ എണ്ണം സൂചിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് ദ സെൻട്രൽ യൂണിവേഴ്സിറ്റി, മൈദാൻ ഗാർഹി, ന്യൂഡൽഹി. അതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയും കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ, 26ാമത്തെ നമ്പർ. ഓർക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ്. 12ാമത്തെ നമ്പർ, പിന്നെ 26ാമത്തെ നമ്പർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തേജസ്വി ഹിൽസ്, പെരിയ, കാസർഗോഡ്. ഈ ലിസ്റ്റിൽ തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റി ഏതാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കൂ. തമിഴ്നാട്ടിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു മാത്രമേ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി, ഇതല്ലാതെ മറ്റു ഒരു യൂണിവേഴ്സിറ്റിയും, തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയും, കർണാടകയിലെ ഒരു യൂണിവേഴ്സിറ്റിയും, കേരളത്തിലെ മറ്റു ഒരു യൂണിവേഴ്സിറ്റിയും, ഈ 2 യൂണിവേഴ്സിറ്റികൾ, ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കർണാടകയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മൾ പരസ്യം തരുന്ന ഒരു യൂണിവേഴ്സിറ്റിയും, ആർ എന്ന യൂണിവേഴ്സിറ്റി, എസ് എന്ന യൂണിവേഴ്സിറ്റി, സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല, സി എന്ന് പറയുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റി, അതിനൊന്നും അംഗീകാരമില്ല എന്ന് വീണ്ടും മനസ്സിലാക്കുക. ഇവിടെ 12ാമത്തെ പോയിന്റിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ 26ാമത്തെ നമ്പറിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാസർഗോഡ്, പെരിയ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, തിരുവാരൂരിലുള്ള ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി, ഇതിന് മാത്രമാണ് അംഗീകാരമുള്ളത്. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ നോക്കൂ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് നമുക്ക് മറ്റ് അംഗീകാരമുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് കേരള നൽകിയിരിക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നൽകിയ ഈ ഒരു ഇൻഫർമേഷൻ, നോംസ് ഗൈഡ് ലൈൻസ് റിലേറ്റിംഗ് ടു ഇക്വലൻസി റിക്കഗ്നിഷൻ ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓർ ഏരിയാസ് ഓഫ് സ്റ്റഡീസ് ആൻഡ് നോമൻക്ലേച്ചർ ആൻഡ് ഡിഗ്രി ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് അപ്രൂവ്ഡ് ഓർഡർ ഇഷ്യൂ 13/11/2018 പ്രകാരം other institutions recognized by University Grant Commission ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം വേണ്ട, അഥവാ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള നിയമം ബാധകമാകുന്നുള്ളൂ. മറ്റെല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കേരളത്തിലെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇഗ്നോയ്ക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പത്രവാർത്തയിൽ കൃത്യമായി പറയുന്നു, UGC ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്ന ഏറ്റവും പുതിയ വർത്തമാനമാണ്. UGC ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രീസ് സെയിം ആസ് ഓഫ് റെഗുലർ യൂണിവേഴ്സിറ്റീസ്. UGC ഓൾസോ അപ്രൂവ്സ് സൈമൾട്ടേനിയസ് ഡബിൾ ഡിഗ്രി പ്രോഗ്രാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വരൂ നമുക്ക് മറ്റൊരു ബിരുദം അല്ലെങ്കിൽ മറ്റൊരു ബിരുദാനന്തര ബിരുദം, മനോഹരമായ കോഴ്സുകൾ നമുക്ക് ചെയ്യാം. ഏറ്റവും മനോഹരമായ കുറേ കോഴ്സുകൾ, അഥവാ ഏറ്റവും മനോഹരമായ MSc in Environmental Science, MSc Renewable Energy, Environmental and Occupational Health, Sustainable Science, അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനത്തിൽ
ലെവലിലേക്ക് എത്താം. ഇഗ്നോ നൽകുന്ന എല്ലാ കോഴ്സുകളും മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും നൽകുന്നത് പോലെ അതുപോലെ അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ആണയിട്ട് പറയാം, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹാവ് ബീൻ അക്രഡിറ്റഡ് വിത്ത് ദ ഹയസ്റ്റ് A++ ഗ്രേഡ് ബൈ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇഗ്നോ കോഴ്സുകൾ സമം റെഗുലർ കോഴ്സുകൾ ലേറ്റസ്റ്റ് UGC മാർഗരേഖ. പ്രിയപ്പെട്ടവരെ, താങ്കൾക്ക് ഈ വീഡിയോ ഒരു ആധികാരികമായ രേഖയായി വിനിയോഗിക്കാവുന്നതാണ്. മാത്രമല്ല, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പടിവാതിൽക്കൽ ഒരു ക്ലിക്കിൽ താങ്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന അമൂല്യവും അതുല്യവുമായ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം അതിനെ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി അഥവാ ജൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏറ്റവും നല്ല തൊഴിൽദായകമായ ഏറ്റവും നല്ല തൊഴിൽ നൽകുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ 2 കോഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമുക്ക് ചെയ്യാം. വരൂ, നമുക്ക് വിജയശ്രീ ലാളിതരായി മുന്നോട്ട് പോകാം. എൻ്റെ ഈ വാക്കുകൾ കേട്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചേരുന്നത് വരെയും അതുപോലെ തന്നെ നമ്മോട് മർക്കടമുഷ്ടി കാണിക്കുന്ന അധികാരികളുടെ കൈകളിലേക്ക് ഇത് എത്തുന്നത് വരെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. അതിനുവേണ്ടി താങ്കളുടെ 2 മിനിറ്റ് സമയം ചെലവഴിക്കണം. താങ്കളുടെ ഫേസ്ബുക്കിലൂടെ, താങ്കളുടെ വാട്സാപ്പിലൂടെ, താങ്കളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇവ പരമാവധി ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.